ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക തെളിവുകൾ ശേഖരിച്ച് ക്രൈംബ്രാഞ്ച്. രാഹുലിന്റെ നിർബന്ധത്തെ തുടർന്ന് ഗർഭചിത്രം നടത്തിയത് 2 യുവതികളെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കേരളത്തിനകത്തും പുറത്തുമായി ഗർഭചിത്രം നടത്തിയതിന്റെ ആശുപത്രി രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ഇരയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പീഡന പരാതികളിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. തെളിവുകൾ നിരവധിയുണ്ടെങ്കിലും ഇരയുടെ പരാതിയില്ല എന്നതാണ് രാഹുലും കോൺഗ്രസും ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ കേസിൽ രാഹുലിനെതിരെ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു കഴിഞ്ഞു. നിലവിലെ 10ഓളം പരാതികളിൽ 2 പെൺകുട്ടികളെ രാഹുൽ നിർബന്ധപൂർവ്വം ഗർഭഛിദ്രം നടത്തിയതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചു. ഇതിൽ ഒരു പെൺകുട്ടിയെ കേരളത്തിന് പുറത്തെത്തിച്ചാണ് ഗർഭഛിദ്രം നടത്തിയത്. ഇത് സംബന്ധിച്ച ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിച്ചു. പരാതികളുണ്ടെങ്കിലും ഇരയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കുമേൽ ശക്തമായ സമ്മർദ്ദമുള്ളതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭഛിദ്രത്തിന് വിധേയരായ 2 പേരുടെയും മൊഴിയെടുക്കാൻ സാവകാശം തേടും. യുവതികൾ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ തുടർന്നുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് നിയമോപദേശം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം കേസിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക പീഡന കേസിൽ പ്രതിയാണെന്ന കാര്യം നടപടിക്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സ്പീക്കറെ അറിയിച്ചു. രാഹുലിന്റെ കേസിന്റെ വിശദാംശങ്ങളും FIR വിവരങ്ങളുമാണ് സ്പീക്കർക്ക് രേഖാമൂലം നൽകിയത്. പിന്നാലെ നിർണായകമായ തെളിവുകൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനും കോൺഗ്രസിനും കുരുക്കുമുറുകുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.